നോവൽ തുടരുന്നു. ഏതോ മറിയയാണിക്ക, കുഞ്ഞിമ്മു പറഞ്ഞു. കുഞ്ഞി മുഹമ്മദ് വേഗം എഴുന്നേറ്റു അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. എന്താ മറിയ ഈ നേരത്ത്? ആഷിക്ക് മോന് തീരെ സുഖമില്ല, ഒന്നിവിടെ വരണം. ഇപ്പോഴോ? ഇപ്പോൾ തന്നെ. കുഞ്ഞിന് ചുട്ടുപൊള്ളുന്ന പനിയുണ്ട്. എന്നാ ഞാൻ ഇപ്പോൾ വരാം. കുഞ്ഞി മുഹമ്മദ് വീട്ടിൽ നിന്നിറങ്ങി കാർ എടുത്തു വിട്ടു. മറിയയുടെ വീട്ടിലെത്തി. ആഷിഖ് മോൻ പനിച്ചു വിറക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത് വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കുഞ്ഞി മുഹമ്മദ് മറിയയോട് പറഞ്ഞു. മറിയ കുഞ്ഞിനെയും എടുത്ത് കാറിൽ കയറി. കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചു. കുഞ്ഞിന് ട്രിപ്പിട്ട് തീർന്നപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ സമയം പുലർച്ചെ 3 മണിയായിരുന്നു. എന്നാ ഞാൻ പോട്ടെ മറിയ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. കുഞ്ഞി മുഹമ്മദ് തന്റെ കാറും വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിമ്മു സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോയത് മനുഷ്യനെ? എന്റെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞിന് തീരെ സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയതാണ്. മറിയയാണോ ഫ്രണ്ട്? കുഞ്ഞി മുഹമ്മദ് ഒന്ന് ഞെട്ടി. മറിയ ഫ്രണ്ട് അല്ല, ഫ്രണ്ടിന്റെ വൈഫാണ്. ആ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഫ്രണ്ടിന്റെ കുഞ്ഞിന് സുഖമില്ലാഞ്ഞാൽ ഫ്രണ്ടിനെ വിളിച്ചാൽ പോരെ, വൈഫിനെ വിളിക്കണോ? കുഞ്ഞിമ്മു ചിന്തിച്ചു. അതിലെന്തോ ദുരൂഹതയില്ലേ? തന്റെ ഭർത്താവ് തന്നെ ചതിക്കുന്നില്ലേ? കുഞ്ഞിമ്മു, അടുത്ത ഞായറാഴ്ച നമുക്കൊരു ടൂർ പോയാലോ? കുഞ്ഞി മുഹമ്മദ് ചോദിച്ചു. തുടരും. Please subscribe, please like, please comment, please share.